ഇതറിയാവുന്ന ആൾക്കാർ നിങ്ങൾ കമന്റ് ചെയ്യും. ആരാണ് ജയിക്കുന്നത് അവർക്ക് എൻ്റെ വക ഗിഫ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഗെയിം എല്ലാവർക്കും മനസ്സിലായി ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ സാധാരണ ഞാൻ ഇന്ന് യൂട്യൂബിൽ ഇട്ട് വരുന്ന കണ്ടന്റ് അല്ലാതെ ഇന്ന് കുറച്ച് മാറിയിട്ടൊരു കണ്ടന്റ് ഇട്ടെന്ന് വെച്ചു. അതായത് ഒരു ഫാമിലി ഫൺ ഗെയിം. അതിന് വേണ്ടിയിട്ട് എൻ്റെ സിസ്റ്ററും അതേപോലെ തന്നെ ഹസ്ബൻഡും ഉണ്ട്. ഗെയിം എന്താണെന്ന് ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ സ്ക്രീനിൽ കാണിച്ചു, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചിട്ടും അറ്റ് ദ ടൈം ഇവർക്കും ഞാൻ കാണിക്കും. അപ്പോൾ അതിൽ കുറച്ച് പിക്ചേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ ലെറ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സാധനം ഇവർക്ക് കാണിക്കും. അപ്പോൾ അതെന്ത് ചെയ്യണം, ഇവർ ഗസ് ചെയ്യണം. ഗസ് ദ കൺട്രി ഓർ ഗസ് ദ മൂവി. ചിലപ്പോൾ ഞാൻ കൺട്രീൻ്റെ പേരായിരിക്കും അതുവഴി ഗസ് ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ മൂവീൻ്റെ നെയിം ആയിരിക്കും ഗസ് ചെയ്യാൻ പറയുക. അപ്പോൾ ഞാൻ ആ കാണിക്കുന്ന ഹിൻഡ് വെച്ചിട്ട് ഇവർ ഗസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ടോട്ടൽ 42 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആ 42-ൽ ഇവർക്ക് ആർക്കാണോ അറിയാവുന്നത് അവർക്ക് കൈ റേസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ആരാണോ തോക്കുന്നത്, തോക്കുന്നവർക്ക് വേണ്ട പണിഷ്മെൻ്റ് ഒന്നുമില്ല, പാവങ്ങളല്ലേ. ആരാണ് ജയിക്കുന്നത് അവർക്ക് എൻ്റെ വക ഗിഫ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഗെയിം എല്ലാവർക്കും മനസ്സിലായി ജയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം അല്ലേ. അപ്പം ഞാൻ ആദ്യം ഗസ്റ്റ് കൺട്രിയാണ് കേട്ടോ ചോദിക്കുന്നത്. കൺട്രീസിൻ്റെ പേരായിരിക്കും. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമോജീസ് ഉണ്ടാവും, ലെറ്റേഴ്സ് ഉണ്ടാവും, എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള സാധനം ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാം. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക, ആ സെയിം ടൈമിൽ നിങ്ങൾക്കും ഗസ് ചെയ്യാം അല്ലേ. ഫസ്റ്റ് കാണിക്കട്ടെ, റെഡി അല്ലേ? ഇതാ ഫസ്റ്റ് ഇവിടുന്ന് വന്ന് പറയും ജപ്പാൻ. കറക്റ്റ് ആൻസർ. യെസ്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ട് ആയിക്കോളെ. സെക്കൻഡ് വൺ ഓക്കെ, വേഗം വേഗം പിന്നെ ആലോചിക്കാനുള്ള സമയമില്ല, വേഗം പറയണേ. വിട്ടുകൊടുക്കാൻ പാടില്ല, കള്ളക്കളി. നെക്സ്റ്റ് എത്ര മാർക്കാ? നിങ്ങൾക്ക് എത്ര മാർക്ക്? അറിയില്ല. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് പാസ് പോവുക. അപ്പം പിന്നെ എന്താവും, അവർക്ക് മാർക്ക് കിട്ടും. ഇതൊരു ഫ്രൂട്ടാ. ഈ ഫ്രൂട്ടിന്റെ പേരും പിന്നെ ആ ഒരു ലെറ്ററും കൂടെ കൂട്ടി വായിച്ചാൽ മതി. മനസ്സിലായി. ആ ഫ്രൂട്ട് ഏതാന്ന് ആലോചിക്ക്. ഇത് ആപ്പിൾ ആണോ? ഒരു ഫ്രൂട്ടിന്റെ കൂടെ യു വന്നു കഴിഞ്ഞാൽ ഏത് കൺട്രിയാവും? എന്നോട് പറയാൻ പറഞ്ഞു. കൈ നോക്കുന്ന കൈ നോക്കിട്ട് പറയാമാണ്. നെക്സ്റ്റ് ഐസ്ലാൻഡ്. നോ. ഫസ്റ്റത്തെ സാധനം എന്താ ഇംഗ്ലീഷില്? അത് ഐസ് അല്ല. ഇതിന്റെ ഹിന്റ് വേണമെങ്കിൽ ഞാൻ തരാം. കടലിന്റെ നടുക്ക് വരുന്ന അതിന്റെ പേരെന്താ? ഇപ്പൊ ഇതുമായിട്ടൊരു ബന്ധമില്ലല്ലോ. നോ. ഇല്ല, ടൈമർ വേണം. എനിക്ക് രണ്ടും അറിയാത്ത ഇവര് കമന്റ് ചെയ്യട്ടെ. തോറ്റില്ലേ? ടൈം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവർക്ക് ഇത് അറിയില്ല. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്താണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇത് അറിയാവുന്നവർ കൈ വെക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. ടൈമർ വെച്ചു. ഫസ്റ്റത്തെ ബെൽജിയം. നെക്സ്റ്റ്
നെക്സ്റ്റ് ടൈമർ വെച്ചോ. സിംഗപ്പൂർ. ഇനി നെക്സ്റ്റ് വേഗം തീരുന്നുണ്ടല്ലോ. ഇറാൻ. അത് അയ്യല്ലേ പിന്നെ അത് അമേരിക്കക്കാർക്ക് ഇറാൻ എന്ന് പറയും. കം ബാക്ക്. ഇനി അടുത്താണ് തായ്വാൻ. ടൈ. അത് അങ്ങനെ കൂട്ടി വായിക്കണം, അല്ലാണ്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് തരുമൊന്നുമില്ല. ന്യൂസിലാൻഡ്. ശക്തമായി തിരിച്ചു വരികയാണ്. ടൈമർ കൈ നോക്കിട്ട് നിൽക്കുക. ഇതിപ്പോഴും 1 മിനിറ്റ്. ഇത് കഴിഞ്ഞില്ലേ? തൽക്കാലം കട്ട് ചെയ്യുന്നുണ്ട്. മ്യാൻമർ. പോയി നിങ്ങളത് പോയെ. അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. എത്രയാണ് പറയാ? നിനക്കറിയാവോ? ക്ലൂ തരണം, അങ്ങനെ തന്നെ ക്ലൂ തരാം. ഇതെന്താണ്? കാറ്റ്. ഇതിന്റെ ഇംഗ്ലീഷും പിന്നെ 6 കൂടെ കൂട്ടി വായിക്കാം. ഖത്തർ. ഓക്കെ, അപ്പൊ അടുത്ത കൺട്രിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഫ്രാൻസ്. യെസ്. 3, 6, 8. നെക്സ്റ്റ് ആണ് അയർലൻഡ്. യെസ്. 7, 8. ബുദ്ധിയുണ്ട്, വിചാരിച്ച പോലല്ല. PSC ഒക്കെ പഠിക്കുന്ന ഇതാ പഠിക്കുന്നത്. ഇല്ലെങ്കിൽ നാണക്കടല്ലേ. PSC എന്ത് പഠിക്കുന്ന കൺട്രി പോലും അറിയാണ്ടെന്ന് വിചാരിക്കും. നെക്സ്റ്റ് 9, 7 അല്ല. തായ്ലാൻഡ്. മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കിട്ടുന്നു. ടൈമർ വെച്ചു വെക്കങ്ങോട്ട്. നമീബിയ. അല്ല. ജാമല്ല, വേറൊരു പ്രൊണൗൺസിയേഷൻ ആയില്ല. ജമൈക്ക. നിങ്ങൾ ഫസ്റ്റ് ഒന്ന് വേറൊന്ന് പറഞ്ഞില്ലേ, എന്നാ നമീബിയ. അതേപോലെയുള്ള വേറൊരു സാധനമാണ്. ഇപ്പടി പാവം 1 മിനിറ്റ് പാവം. ഒരു എക്സൈറ്റ്മെന്റ് പറഞ്ഞു. വേണ്ട, നിങ്ങൾ കമന്റ് ചെയ്യും. അവസാനം ആരും കമന്റ് ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, അടുത്ത കാണിക്കട്ടെ. ഗ്രീസ്. കണ്ണിന് ഇല്ല, ഞാൻ ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് കുറച്ച് കിട്ടാൻ പാടാം. ഇത് വെച്ചോ. ഇന്ന് ഇയാളെന്താ ചെയ്യുന്ന നോക്ക്. അപ്പൊ അതിന്റെ ഫസ്റ്റ് 2 വേർഡും 2 ലെറ്ററും. ഇനി ഇതെന്താ സാധനം? ഇതിന്റെ ഒരു വേറൊരു രീതിക്ക് വരുന്ന പ്രൊണൗൺസിയേഷൻ കൂടെ കൂടിയിട്ട് വരുന്ന സാധനം. റഷ്യ. ഞാൻ ഭയങ്കര എന്താ ഇയാള് റൺ ചെയ്യുന്ന. അപ്പൊ റ അടുത്തത് നോർവേ. പെട്ടെന്ന് കിട്ടൂല പക്ഷെങ്കിൽ. നെക്സ്റ്റ് ഇത് നമ്മളൊരു സാധനം ഒഴിക്കൂലേ, അതിന്റെ ഇംഗ്ലീഷ് വേർഡാണ് ഫസ്റ്റ് ലെറ്റർ വരുന്നത്. ഹണി തന്നെ, പക്ഷെ ഹണി പോർച്ചുഗൽ. 12, 9. നെക്സ്റ്റ് ഇനി ഗസ് ദ കൺട്രി. ഇനി അടുത്തത് ഗസ് ദ മൂവി. ഗസ് ദ കൺട്രി ഇപ്പൊ നിങ്ങൾക്ക് എത്ര പറഞ്ഞു? 12, 8. സോറി 12, 9. അപ്പൊ ഇവിടെയാണ് ലീഡ് ചെയ്തത്.
നോട്ട് ഞാൻ വേഗം ഇല്ല ഞാൻ ഇങ്ങനെ അടിച്ചു. ഓ അത് ഇത് രണ്ട് വേറെ വേറെ അതാ. അല്ല ഒരുമിച്ച് തന്നെ, രണ്ടും ഒന്ന് തന്നെ. നിൽക്കട്ടെ. ഇനി അടുത്ത് നമുക്ക് ഗസ് ദ മൂവി ഇതേപോലെ തന്നെ സെയിം രീതി തന്നെ ഗസ് ദ മൂവി ചെയ്യാം. ഓക്കെ, കൈ പൊക്കണേ. ടൈമർ വെച്ചിട്ടില്ല? ഇല്ല. ടൈമർ വെക്കൂ, സമയം വേണം. ഇത് ആടന്നല്ലേ? ആ, എല്ലാം കൂട്ടി വായിക്കുമ്പോൾ അങ്ങനെ ഒരു സിനിമ തന്നെ വരും. ഒരു അടാറിലോ കൈ നോക്കിയിട്ടില്ല. ഞാൻ ഒരടാറില്ല. അപ്പൊ എനിക്ക് മാർക്ക്. അപ്പൊ കൈ നോക്കാൻ മറന്നൂല്ലേ? അടുത്താണ് സോൾട്ട് ആൻഡ് പേപ്പർ. നോ. റോക്ക് ആൻഡ് റോൾ. ആ, ഇത് സോൾട്ട് ആണല്ലോ. ഇത് കണ്ടു സോൾട്ട് പോലെ. ഓ, ഇത് കൺട്രിയിൽ മാത്രമേ കിട്ടുള്ളൂ. ഫസ്റ്റ് ആട് ഞാൻ മാത്രമുണ്ട്. നെക്സ്റ്റ് കാണിക്കുന്നുണ്ടേ. കൈ പൊക്കണേ. ടൈമർ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താ, ഇവിടെ എക്സ്പ്രഷൻ എന്താ? ഓ എക്സൈറ്റ്മെന്റ്. മലയാളം ഓ അതിശയം. അതിശയം അല്ല, ഇതും കൂടെ നോക്ക്. ഇതെന്താ? അത്ഭുത ദ്വീപ്. 13-11. ഇനി അടുത്തത് സൺഡേ ഹോളിഡേ. സിനിമയൊന്നും കാണില്ല. 12. ഞാനിപ്പോ പെട്ടെന്ന് മനസ്സിലായില്ല കണക്കാരാണോ വല്ലോന്നില്ല. ഇങ്ങനെ പിടിക്കല്ലേ? എത്ര 12-13 അല്ലേ? നിങ്ങള് നോക്കൂ, ഇപ്പൊ നോക്കോ. നിങ്ങൾക്ക് 13? അതെ, എന്നാ അടുത്തതാണേ. നെക്സ്റ്റ് ഇവന്റെ ഡയലോഗ്, മെയിൻ ഡയലോഗ് എന്താ? ജാവയിലെ ജാവ സിമ്പിൾ ആവാണ്. ആണ്ട്. പ്രശസ്തമായ സിനിമ. ഇനി അടുത്ത മൂവി 12. തുറങ്ങട്ടെ. പൊന്മുട്ട ഇടുന്ന ഇത് ഫസ്റ്റ് നോക്കിയപ്പോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? ദേശി. പക്ഷെ ഞാൻ ഗോൾഡ് എന്നല്ല ഇങ്ങനെ വിചാരിക്കുന്നത്. ഗോൾഡ് എഗ്. ഇനി അടുത്തത് 13-14. 13-14. കേട്ടെ. ഉണ്ണികളെ ഒരു കഥ പറയാം. 15-13. വിചാരിച്ച പോലെയല്ല. നെക്സ്റ്റ് അനുരാഗ കരിക്കും വെള്ളം. നെക്സ്റ്റ് കാണിക്കട്ടെ. കാണിക്കില്ല. ടൈമർ വെക്കൂ, ടൈമർ വെക്കൂ. ഇയാൾ ആലോചിച്ചാ മതി. ഇത് കോപ്പാക്കി വെച്ചേക്കാം. അങ്ങോട്ട് കട്ടപ്പനയിലെ ഋതിക് റോഷൻ. മനഃപൂർവ്വം ലാഗ് ആക്കാൻ അത് സ്റ്റാർട്ട് ചെയ്യാണ്ട്. 15-15. തോക്കുന്നവർക്ക് പണിഷ്മെന്റ് ഉണ്ട്. കയ്പക്ക ജ്യൂസ് കുടിക്കാം. 15-15. ഇനി അടുത്തത് സിനിമ വന്നോണ്ട് രക്ഷപ്പെട്ടു. ജയിക്കില്ല. നോർവേ പറഞ്ഞത് ബുദ്ധി ഇറക്കും. ഇനി അടുത്തത് വെക്ക് ടൈമർ വെക്ക്. ഞാൻ കണ്ടുപിടിച്ചു. ഒരു വൺ മാൻ ഷോ. ഒരു ഒന്നുമില്ല, വൺ മാൻ ഷോ. 16. നെക്സ്റ്റ് രണ്ടുകളുടെ നാട്ടിലൊരു രണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള. 16 അല്ലേ? വെക്ക് ടൈമർ വെക്ക്. ടിക് ടിക് 1 ടിക് ടിക് 2 Last എന്താ ടിക് ടിക് ഇതിലെ? 3. അതൊരു ജീവി. ഇഷ്ടം പോലെ നമ്മളെ കണ്ടത്തിലൊക്കെ കാണും, പറമ്പിലൊക്കെ കാണും. 5 6 7 8. എന്താ ഫസ്റ്റ് എന്താ? വെള്ളത്തി ഇത് ഉടുമ്പല്ല. ഉടുമ്പല്ലേ? ഉടുമ്പല്ലത് കോയിനല്ല പിടിക്കുന്ന സാധനം.
മരപ്പെട്ടിയാ കോയിൻ ഉണ്ട് അത് മരപ്പെട്ടി വെക്കുള്ളൂ. നമ്മളെ കോയിൻ എന്താ പിടിക്കല്? കുറുക്കണം. അല്ല ചെന്നായ ഇങ്ങനെ ഓടുന്ന ഇഷ്ടം പോലെ കാണാം. ആ ബാക്കി ആലോചിക്കൂ. ഹിന്റ് കൊടുക്കുന്നത് ഞാനാ. എത്ര കാലം ഹിന്റ് കൊടുക്കണം? ഞാൻ കാരണം ജയിക്കുന്നേ. അതിന്റെ നന്ദി ഗിഫ്റ്റ് കിട്ടുമ്പോ ഗിഫ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഗിഫ്റ്റ് പറഞ്ഞു ഇനി അടുത്ത കാണിക്കട്ടെ. കാണിക്കും എന്താ അതാണിത്. കാണിക്കട്ടെ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അത് കണ്ടാൽ നമുക്ക് ഷട്ടലിട്ടാണെങ്കിലേ പിന്നെന്നാ ഭയങ്കരമായിട്ട് ജെന്റിൽമാൻ നിർബന്ധമൊന്നുമില്ല. നിന്നെ പോലെ 18 18 ഓ വേഗം ഇതായിക്കോ അല്ലെ കായ്പൊക്കെ ജ്യൂസ് കൊടുക്കേണ്ടി വരും. അടുത്ത കാണിക്കട്ടെ. ഇതെന്നാ സംഭവം? ഷെർലക് ടോമാ. അതായത് ഒരു ഇത് വെക്ക് ഇത് വെക്ക് ഇത് വെക്ക് ഇത് വെക്ക്. ശൈലല്ലേ? ആ തന്നെ തന്നെ. ഇതില്ല അതില്ല പകുതി മാത്രമേ ഉത്തരം പറഞ്ഞിട്ട് കൈവക്കാതെ എല്ലാ ക്ലൂവും കൊടുക്കും. പടം കഴിഞ്ഞു നിനക്ക് തോന്നുന്നു. ഞാൻ ഇതൊക്കെ വെച്ചിട്ട് ടഫായിരിക്കുന്നത്. ഇത്ര പെട്ടെന്ന് കിട്ടിയ 2016. ഇനി അടുത്തത് തമ്പ്. എന്നാലും ഇത്ര പെട്ടെന്ന് 6 കണ്ടോണ്ടങ്ങ് പറഞ്ഞ വരില്ലേ? 6 പറയുന്നത് 16. മുന്തിരി വള്ളികൾ പൂക്കുന്ന അല്ല പകുതി എത്തി. പകുതി അതിന്റെ മേലെ പിടിച്ച വളകിൽ മുന്തിരി വള്ളി തേങ്ങാവും അല്ല. മറ്റേ മോഹൻലാൽ എന്താ പറ. പേര് ഇടുന്നില്ല. മുന്തിരി വള്ളികൾ തടുക്കുമ്പോൾ 16. ഇനി 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ നോക്കും. നെക്സ്റ്റ് നോർത്ത് 24 എല്ലാം പേക്കൂല. ഞാൻ വന്നിച്ച് വടക്ക് നോക്കിയുണ്ടോ? വിട്ട് തന്നതാ. പാവല്ലേ, നാണം കടണ്ടെന്ന് വെച്ചിട്ട്. ഇനി അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഓക്കെ, വേഗം കൈ പൊതിച്ചോളാം. 17, 12, 22. ഇപ്പൊ എന്തായാലും കിട്ടൂല. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി. ഞാൻ അവസാനമായിട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതറിയാവുന്ന ആൾക്കാർ നിങ്ങൾ കമന്റ് ചെയ്യും. ഇതേത് പൊട്ടന് മനസ്സിലാവുള്ളൂ. ഞാൻ സ്വർണ്ണ വീണ സത്യം പറഞ്ഞത് എന്തെന്നാ സിനിമ എനിക്ക് തിന്നിക്കില്ലേനു. മീൻ കാണുന്നോണ്ടാ നിങ്ങളോട് ഞാൻ മുണ്ടൂല. എന്തോ വേണ്ട വേണ്ടതൊന്നും പറയൂല. വേണ്ടാത്ത ഫ്ലാഗ് കാണിച്ചിട്ട് എനിക്ക് ഞാൻ പറയാം ചോദിക്കാം. എന്ത് ഫ്ലാഗ്? എന്റെ കയ്യിലെ ക്വസ്റ്റ്യൻ തീർന്നു. ഇനി വേണം അടുത്തല്ലടാ. അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻസ് അവസാനിച്ചിരിക്കുകയാണ്. പക്ഷെ ആ ഒരു ഇതിലേക്ക് സ്പിരിറ്റിലേക്ക് അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓ ജയിച്ചോണ്ട് ജയിച്ചവർക്ക് അഭിനന്ദനങ്ങൾ മാത്രം. തോറ്റത് ഇവിടെ തൽക്കാലം കയപ്പ ഇവിടെ ഇല്ല. അതുകൊണ്ട് ജ്യൂസ് കുടിക്കേണ്ട ആവശ്യം വന്നില്ല. എന്തായാലും
പാർശ്വമായിട്ട് ഇപ്പൊ ഞാനാന്ന് വെച്ചാൽ കടയിൽ പോയി മേടിച്ചോണ്ട് പോയി തന്നെ കുടിപ്പിക്കുന്നു. അത് നിങ്ങൾ വേണ്ടടുത്ത് വാങ്ങിക്കാൻ വേണ്ടി പറയാൻ മറന്നുപോയത്. അല്ല എന്തായാലും ഗിഫ്റ്റ് കൊടുക്കുമ്പോ പകുതി കുറച്ച് തന്നാ ഞാൻ കൊറേ പണിഷ്മെന്റ് ഇല്ലാത്തോണ്ട് ഗിഫ്റ്റും ഇല്ല. അങ്ങനെയില്ല. അപ്പൊ എനിക്ക് സങ്കടാവൂലേ? പണിഷ്മെന്റ് ആദ്യം പറഞ്ഞില്ല, ഗിഫ്റ്റ് ആദ്യം പറഞ്ഞു. അത് നമുക്ക് ആലോചിക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾ എൻജോയ് ചെയ്തു വിചാരിക്കുന്നു. ഇനിയിപ്പോ എന്തായാലും ഇതേപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ. ബൈ.